ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങളുള്ളത് തേംസിലാണ്, എൽദോസിന്റെ വീട്ടിലാണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇനി ഇവിടെ ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യാൻ പോണത് നാരങ്ങ പറിക്കാൻ പോവാം. നാരങ്ങയും എന്നിട്ട് അതിന്റെ പേര് ഡേറ്റ്സും ഇട്ടിട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ പറിക്കാൻ പോവാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അല്ലെ? നാരങ്ങ വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ പറമ്പിൽ കുറച്ച് സാധനങ്ങളുണ്ട് എടുക്കാനായിട്ട് അല്ലെ, മോഷ്ടിക്കാനായിട്ട്. മെയിനായിട്ട് കറ്റാർവാഴ ഉണ്ട്. കറ്റാർവാഴ കുറച്ച് കൊണ്ടുപോകണം. പിന്നെ ഇവിടെ മറ്റേ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ട് നമ്മൾ ഗൂഗിളിൽ അതിട്ട് അടിച്ചു കൊടുത്ത് നോക്കിയപ്പോ എന്തിട്ടോ ഒരു ഫിഗ് തിന്നാൻ പറ്റും എന്നാണ് എഴുതിയേക്കണം. പക്ഷെ അറിയില്ല, ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനത്തെ ഒരു സാധനം. പക്ഷെ പഴുത്താല് തിന്നാൻ പറ്റും, റോ ആയിട്ടും തിന്നാൻ പറ്റുന്ന കഴിയുണ്ട്. പക്ഷെ തിന്ന് നോക്കിയിട്ട് ഇത് മറ്റേ കറി ഉണ്ടാക്കാനൊക്കെ എഴുതിയിട്ടുണ്ട്, അറിയില്ല. നോക്കിയിട്ട് പരീക്ഷിക്കാനായിട്ട് പേടി. അതാണ് കാര്യം. പേടിയുണ്ട്, പേടി. പപ്പായാണോ? പപ്പായ മരം അല്ലല്ലേ? ആണ് ആണ് അല്ലേ? ആണോ? ആണ്. ദേ കപ്പയ്ക്ക് നിക്കണ്. അതാ പറഞ്ഞത്, പപ്പായാണോ? കണ്ടുപിടിച്ചതൊക്കെ ഇതൊക്കെ ഞാൻ നോക്കിയതാണ്. ഞാൻ നോക്കിയപ്പോ ഇവിടെ പപ്പായമാരുണ്ട്, തെങ്ങുണ്ട്. തെങ്ങല്ലല്ലോ, മറ്റേ പന പോലത്തെ സാധനം. പനിയാന്ന് തോന്നല്ലേ അത്? മെയിനായിട്ട് നമുക്ക് എന്നിട്ടാ വീട്ടിൽ ചെന്നിട്ട് നല്ല നാരങ്ങ, പക്ഷെ കുറച്ചും കൂടി ഡേറ്റ്സ് വാങ്ങിക്കണം. ഡേറ്റ്സ് കഴിയാറായിട്ടുണ്ട് അല്ലേ? ഡേറ്റ്സ് കുറച്ചും കൂടി വാങ്ങിക്കണം. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് മറ്റേ പുല്ലുമുക്കോട് നടക്കുമ്പോ ചമ്മി പോണ്ടല്ലോ. എന്നിട്ട് നമുക്ക് നല്ല അച്ചാർ ഉണ്ടാക്കണം. ഇത് നമ്മുടെ നാട്ടിലത്തെ മറ്റേ ഇതല്ല കേട്ടോ, ലൈമല്ലാട്ടാ. നമ്മുടെ ഇതുകൊണ്ടും എന്നിട്ട് വെള്ളം പിഴിഞ്ഞ് കുടിക്കാൻ പറ്റും. പക്ഷെ ആ നാരങ്ങയല്ല, നമ്മുടെ മറ്റേ വലിയ നാരങ്ങയില്ലേ നമ്മുടെ നാട്ടില്, എന്നിട്ട് വടുകംപുളി അല്ല, വേറെ വലിയ നാരങ്ങ. ഇത്രയും മന്ദൻ കളർ നോക്കി അതിന്റെ എന്റെ കൈയുടെ അത്രയുണ്ട്, വലിയ നാരങ്ങ. ഇത് കൊണ്ടുപോയിട്ട് നല്ല, ഞാൻ മുന്നൊരു ദിവസം ഇത് കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞു. നമ്മൾ ടോപ്പ് പോലും നിങ്ങളുടെ പോരുന്നതിന് മുന്നേ അത് ഞാൻ അച്ചാർ അവിടെ വെച്ചിട്ട് പോകുന്നു. ഇത് നല്ല അടിപൊളിയാ. അതും ഡേറ്റ്സ് ഇട്ടിട്ട് എപ്പൊ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയാൽ നല്ല രസം. നമുക്ക് നല്ല പച്ചയുണ്ടല്ലോ, ശരിക്കും പച്ചയാണോ ഈ യെല്ലോ കളർ? പച്ചയാണ് രസം. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കൊഴിഞ്ഞു പോകാൻ പോവല്ലേ. ഇപ്പൊ ഇനി പെട്ടെന്ന് ഇത് ഇപ്പം കൊഴിഞ്ഞു പോയി. അപ്പം പച്ച അവർക്ക് വേണമെങ്കിൽ ഇതിനിടയിൽ കണ്ടാ നോക്കി സ്റ്റക്കായിട്ട് നിക്കണതായിരുന്നു, അതെടുക്കാം. പച്ച ഇനി ആയാലും അവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴായാലും ഉപയോഗിക്കാലോ. പഴുത്ത് നമ്മളിപ്പോ അങ്ങ് പൊട്ടിച്ചാല് നമുക്ക് അച്ചാറിടാം. അങ്ങനെ പഴുത്തത് മാത്രം പൊട്ടിക്കണേ. നോക്കി അപ്പുറത്തെ വീട്ടിൽ വെച്ചാൽ നിറച്ച് ഓറഞ്ച് നിൽക്കണത്. ഓറഞ്ച് അപ്പുറത്തെ വീട്ടിലാട്ടാ ചാടിയലങ്ങട്. അടിപൊളി അല്ലേ? ഓറഞ്ച് കൊണ്ട് ഇപ്പുറത്ത് മറ്റേ നമ്മുടെ മുസമ്പി പോലത്തെ സാധനം ഉണ്ട്. വേണ്ട, എല്ലായിടത്തും വീട്ടിൽ പൊട്ടിക്കണ്ട. ഇവിടെ വാഴക്കൊല എവിടെ? കൊപ്ര. പക്ഷെ അത് ആണ് നമ്മുടെ നാട്ടില് പോകുമ്പോഴും കാണാൻ പറ്റില്ല. കൊപ്രജിന് ഇതിന്റെ ഉള്ളിൽ കൂടെ പോണം. പക്ഷെ അതിന് എടുക്കണമെങ്കിൽ വാഴക്കൊല കൊപ്രയും ഇതിന്റെ ഉള്ളിൽ നോക്കി, ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കാം, നിറച്ചും വാഴക്കൊലയുണ്ട്. ഇത് കറി വയ്ക്കാൻ കൊപ്ര എടുത്തിട്ട്. അപ്പൊ പിന്നെ അതില് കായക്കൊല ഉണ്ടാവൂല, എന്നാലും കായക്കൊല ഉണ്ട്. ഇവിടെ കൊറേ വാഴയുണ്ട് ഇതിന്റെ ഉള്ളില്. അതാരാണോ വെച്ചത്? ഇതാരാ വെച്ചത്? ഇവിടെ ഇംഗ്ലീഷുകാർക്ക് ഈ വാഴയൊക്കെ അറിയോ? വാഴ വെച്ചേ. പക്ഷെ ഇവിടെ മറ്റേ എന്നിട്ട് പറയാ, വാഴ ഇവിടെ ന്യൂസിലാൻഡിൽ അടിപൊളിയായിരിക്കും വെക്കുണ്ടാവും ചിലവരൊക്കെ അല്ലെ? റോബസ്റ്റ് ഉണ്ടാവുള്ളായിരിക്കും. പക്ഷെ ഇത് മറ്റേ കുഞ്ഞിപ്പഴം കണ്ട അടിപൊളി വാഴ കേട്ടാ. എത്ര എണ്ണ നോക്കി നിങ്ങക്ക്? പക്ഷെ ന്യൂസിലാൻഡിലെ വാഴ എടുക്കുന്നത് വേറൊരു വാഴ. അതാണ് കാര്യം. അതെങ്ങനെയുണ്ട് ചേട്ടാ? പക്ഷെ ഇവിടെ വാഴക്കൊലയുണ്ട്. വാഴക്കൊല ഞാൻ അതിനെ നോക്കിയത് കൊലച്ചിട്ടുണ്ട്. അവസാനം മറ്റേ കൗൺസിലിൽ നാളെ വരുമോ? ഇവിടെ വാഴക്കൊല ഉണ്ട്. എന്നിട്ട് പ്രശ്നം അറിയോ? ഇവരെ വാഴക്കൊലയിലും എല്ലാവരും വീട്ടിലേക്കാ വന്ന് നിക്കണത്. ഏത് സംഭവം മൂത്തുടങ്ങിട്ടാ, വെട്ടാറായി. കൊപ്രയും ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? പക്ഷെ വല്ലവരെ വീട്ടിലേക്കാ വന്ന് നിക്കണെന്ന് മാത്രം. ഇത് എന്നിട്ട് പോയതിന് കോളാമ്പി പൂ. പക്ഷെ കോളാമ്പി തിരിഞ്ഞിരിക്കണ സാധനം നാട്ടില് മറ്റേ മുകളിലേക്ക് നല്ല വലുപ്പമുണ്ട്. ഇത് ഈ കുഞ്ഞു പൂവ് ഉണ്ട് നോക്കി, നാട്ടിലുള്ള പോലത്തെ പൂവ്. ഈ പീക്കിരി ഇവിടെ ചെറിയ ടൈപ്പ് ചൂണ്ടിടാനായിട്ട് നമ്മുടെ ചെറുപ്പത്തില് ഇങ്ങനത്തെ മോള എടുത്തിട്ട് അത് കൊണ്ടുപോകല്. മോളിക്കൂടെ ഹെലികോപ്റ്റർ കൊണ്ടിട്ട് നേരത്തെ പോയിണ്ടായിരുന്നു. ഒരു റെഡ് കളർ, ഇത് വേറെ കളറാ, ഇത് ഗ്രീനോ. പറ്റണ്ടാ? അതേ പോണ്. ഹെലികോപ്റ്റർ പോകുമ്പോ എപ്പോഴും നമ്മൾ നോക്കൂല എല്ലാരും അല്ലേ? ഇനി വേറൊരു സൂപ്പർ സാധനം കാണിച്ചിട്ട് അറിയോ? ഇഞ്ചിയാണോ?
മഞ്ഞൾ പൊലിക്കുന്നുണ്ട്. മഞ്ഞളാണോ? ഏയ് മഞ്ഞൾ വളരോ അറിയില്ല. അതുപോലെ ഇരിക്കുന്നുണ്ട്. മഞ്ഞളുടെ ചെടിയാന്ന് തോന്നെങ്കിൽ. പിന്നെ ഈ പൂ നോക്കി നീ, കുഞ്ഞിപ്പൂവല്ലേ? പക്ഷെ ഇവിടെ വേറെ ഒരു വെറൈറ്റി സാധനം ഉണ്ടെന്ന് അറിയോ? ഓണം വരാൻ പോണത്, നല്ല പൂക്കളിടാനായിട്ട് അടിപൊളി പോവാ. വേറൊരു വെറൈറ്റി സാധനം എന്തെന്നറിയോ? ഞാൻ കൈമ ക്രീം വെക്കണ, കൈമ ഒരിഞ്ഞിരിക്കണേ കറ്റാർവാഴ, കഞ്ചത്തെ കറ്റാർവാഴ. ഇവിടെ ഒന്നും തുറപ്പ് പോയതിന്, പക്ഷെ പൂവുണ്ടാവുന്ന സമയമല്ലല്ലോ ശരിക്കാണോ? ഇത് ചെമ്പരത്തിയാണോ? അറിയില്ല. ഇത് ചെമ്പരത്തിയുടെ പോലെ ഇരിക്കുന്നത്. ചെമ്പരത്തിയുടെ വേറെ സൈസാന്ന് തോന്നുന്നു. താളി ഉണ്ടാക്കലപ്പോ അങ്ങനെയാണെങ്കില് തലയിൽ തയ്ക്കാനായിട്ടില്ലേ? താളി മറ്റേ കറ്റാർവാഴയുണ്ട്. കറ്റാർവാഴ സൈഡില് എവിടെ? അമ്മച്ചിക്ക് കാണുമ്പോ സന്തോഷം. ഓ അടിപൊളി. കറ്റാർവാഴ ഇവിടെ ഇവിടെ. കറ്റാർവാഴയൊക്കെ പറമ്പിലാണെങ്കിൽ സുഖല്ലേ പരിപാടി. കൊറേ ഉണ്ടല്ലോ അല്ലേ? അതുപോലെ നല്ല അടിപൊളിയായിട്ട് വളർത്തിയിട്ടുണ്ടല്ലേ? പക്ഷെ കറ്റാർവാഴ എടുത്തിട്ട് മറ്റേ ചെത്തി തലയിൽ തേച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി സാധനം എടുത്തിട്ട്. കറ്റാർവാഴ പറയണേ? കറ്റാർവാഴ എന്നല്ലേ? കറ്റാർവാഴ. ചേമ്പ് വേണം, ചേമ്പിന്റെ അല്ല ആണോ? ചേമ്പൊന്നല്ലത്, അതെ അങ്ങനത്തെ ടൈപ്പ് സാധനം അല്ലേ? ചേമ്പ്, എനിക്ക് തോന്നുന്നു ചേമ്പന്നത്. അടിയില് ചേമ്പുണ്ടാവും ചിലപ്പോ. ഇതിന്റെ അടിയിലല്ലേ ചേമ്പാ. നല്ല അടിപൊളി ചേമ്പിന്റെ കറി പോയാലോ? ഇവിടെ ശരിക്കും ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടാ, അല്ലെ? നല്ലതാ. പിന്നെ അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഓറഞ്ച് മരവും, പിന്നെ മറ്റേ മരം അതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. പക്ഷെ കാണിക്കാൻ അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഉള്ളില് കയറാൻ പറ്റില്ല, കാട് പോലെ നിക്കണ. ഇവിടേക്ക് വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ ആദ്യം. എവിടെ ഓറഞ്ച് മരം? ഓറഞ്ച് അതിന്റെ ഉള്ളിലാ, കാണാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി ഉണ്ടാക്കിട്ട് എന്താവും എനിക്കൊരു സംശയം ഉണ്ട്. എന്തോ അളവൊന്നും എന്നോട് ചോക്ക് ചെയ്തിട്ടാ, ഞാൻ വെറുതെ കിട്ടണെല്ലാം. എനിക്ക് അങ്ങനെ അളവൊന്നും അറിയില്ല. അച്ചാറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാറിയുണ്ട്. എനിക്ക് ഉണ്ടാക്കറിയില്ലല്ലോ. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് അച്ചാറിന്റെ. അത് ശരിയാ. പക്ഷെ എനിക്ക് ഞാൻ ഇടണം. എന്റെ പ്രത്യേക ശ്രദ്ധക്ക് വീട്ടിലെ വെളുത്തുള്ളി കഴിഞ്ഞുട്ടാ. വീട്ടിലെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില സാധനങ്ങളൊക്കെ കഴിഞ്ഞു. വാങ്ങിച്ചോണ്ട് വരിക. ഒരു സാധനം ഉണ്ടാക്കിയോടെ എല്ലാം തീരുന്നത്. ഞാൻ കയ്യിലെടുക്കട്ടെ. ഇതിന് നല്ലതേ അച്ചാറും നല്ലതേ. ഇറച്ചി അച്ചാറോ മീൻ അച്ചാറും വാങ്ങിച്ചോണ്ട് വരൂ, ഞാൻ ഉണ്ടാക്കാം. അതാകുമ്പോ സൂപ്പറായിരിക്കും. വാങ്ങിച്ചോണ്ട് ഇവിടെ എന്തുണ്ടാക്കും. എന്റെ മൂട്ട ഓട്സ് കാണിക്കണ്ട കേട്ടാ. നമുക്ക് ഇത് മാറ്റി വെക്കാം. ഭയങ്കര കൂടുതലാന്ന് തോന്നുന്നു. കുറച്ച് അച്ചാറിന് മണം വരുന്നില്ലേ? അതെങ്ങനെയത്? കടുകും സാധനങ്ങളൊക്കെ വീടുമ്പോ അല്ലേ? പിന്നെ നമ്മൾ ഓൾറെഡി മനസ്സിൽ അച്ചാർ എന്നുള്ള ഒരു ധാരണ ഉണ്ടല്ലോ, അതാണ്. ഇവിടെ ആകെ പൊട്ടിത്തെറിയില്ല. ഞാൻ മഞ്ഞ അച്ചാർ കുറച്ച് കുറവും ചുമപ്പയും കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം കേട്ടാ. ആകെ വേളയിലോട് ഈ സാധനം എടുത്ത് ഇങ്ങനെ നോക്കി. എന്റെ മേത്തക്കൊക്കെ തെറിക്കുന്നുണ്ട്. മേത്തക്ക് തെറിച്ചത് കുഴപ്പമില്ല. ഇഞ്ചിട്ടാ പൊട്ടിത്തെറിയുടെ ഉള്ളിൽ ഇഞ്ചി കിട്ടല്ലേ? പെരുന്നാളാ ഇവിടെ. പെരുന്നാള് പരിപാടി വാടണ്ടേ? ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. വാടി ഓൾറെഡി. ഇനി ആദ്യം ഉണ്ടല്ലോ ഞാൻ ഇതിനകത്തോട്ട് കാശ്മീരി മുളക് ഇടാൻ പോണേ. ഇത് പെട്ടെന്ന് പരിപാടി ആയല്ലോ. ഇങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു ഉണ്ടാക്കണത്. എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ എന്നോട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞാൻ എന്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ മറ്റേ ഡേറ്റ്സ് ഇടുന്നുണ്ട്. അത് ഇച്ചിരി ഉണങ്ങിയ ഒക്കെ ആയിക്കോളും. ഇനി ഇതിനകത്തോട്ട് കാന്താരി മുളക് വലിച്ചു വരിടണേ. ഇത് പൊളിക്കിട്ടത്. ഇവിടെ പെരുന്നാളായില്ല ഭർത്താവേ. അവിടെ ആരി ഒച്ചമ്പഴണ്ടൊക്കെ. ഇത് കുറച്ച് നേരം ഇതൊന്ന് ചൂടാവട്ടെ. ഇതിന് അനങ്ങലില്ലോ. അവിടെ മൊത്തം വെളിച്ചെണ്ണൊക്കെ പുറത്തുണ്ട്. ഇതില് മഞ്ഞപ്പൊടി ഇട്ടു. അത് കുറച്ച് വെള്ള കളർ അച്ചാറല്ലേ, അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് മഞ്ഞ മാത്രം ജസ്റ്റ് ഇടുന്നു. വേറെ ഒന്നും ഇതിനകത്ത് ഇടണില്ലേട്ടാ. കണ്ണീ തെറിച്ചു. ഗൂഗിൾ ഗ്ലാസ് ഗൂഗിൾ ഗ്ലാസ്
ഗൂഗിൾ ഗ്ലാസ്സോ? ഹെൽമെറ്റ് അങ്ങനെ എടുത്ത് വെക്കും. ഗൂഗിൾ ഗ്ലാസ് എന്നിട്ടാന്നറിയില്ല. ഇല്ല, ഗൂഗിളിന്റെ ഗ്ലാസ് ഉണ്ടോ? ആ, നമ്മളന്ന് വാങ്ങിയില്ലേ ഗൂഗിളിന്റെ മറ്റേ സാധനം, ഗ്ലാസ് പോലത്തെ നല്ല ഉള്ളത്, പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നത്. ഐ ഡോണ്ട് നോ. ഓ, ഒരു പാത്രം അച്ചാറല്ലേ? അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഈ ബാക്കിയുള്ള കാന്താരി ഇട്ടുട്ടോ. പണി കഴിഞ്ഞല്ലോ അത്. കാന്താരിയൊക്കെ വലിച്ചു വരണം. ഒരു കുപ്പി കാന്താരി. അത് ഓൾറെഡി ഡേറ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എടുത്തു വെച്ചിട്ട് കാര്യമില്ല. അത് ഞങ്ങൾ എന്താ പ്രശ്നം പറ്റിയെന്നറിയോ? ആ കാന്താരി പിന്നെ പറഞ്ഞ ചീത്ത പറയും. ഞാനത് ഫ്രിഡ്ജിന്റെ ബാക്കിലായിപ്പോയി. ഫ്രിഡ്ജിന്റെ ബാക്കിൽ ഇപ്പൊ ചില വീട്ടിലൊക്കെ പോയിട്ട് ഫ്രിഡ്ജിന്റെ ബാക്കിലൊക്കെ എപ്പോഴും ഇരിക്കണ്ട ഒരാഴ്ച മുന്നത്തെ കറികള്. അപ്പൊ അത് എന്റെ മറന്നുപോയി അത് എടുക്കാനായിട്ട്. ഇനി അടുത്ത പരിപാടി എന്തെന്നറിയോ? ഓ, ആകെ എണ്ണമയം കയ്യിലേക്ക്. അല്ല, ഞാൻ അതിനകത്ത് പഞ്ചസാര ഇടണം. പസാറ ഇടണം. അതാരാ പറയുന്നത്? ഞാൻ പറയുന്നത് പറഞ്ഞെങ്കിൽ വിഷമം വരുന്നു. പസാര ഇടണം. 1 2 3 4 5. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അത് കൂടുതലാന്ന്. എന്റെ ചാൻജിയോ ചേട്ടൻ പറഞ്ഞത് കൂടുതലല്ലെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും അത് കൂടുതലാന്ന്. പക്ഷെ അല്ല, 6 ടീസ്പൂൺ പഞ്ചസാര. അത് ആളുണ്ടാക്കുന്ന അളവില് പറഞ്ഞത്. ആള് ഇതിനേക്കാൾ കുറച്ച് അളവിലുണ്ടാക്കണേ. പക്ഷെ ആ നാരങ്ങ ഈ നാരങ്ങ ഓൾറെഡി മധുരമുള്ളതാ. ഇതിന് മധുരം പൊളിയാണ്. എന്റെ കിച്ചൺ നോക്കി ആരും ചെയ്യരുത്, വിഷമിക്കരുത്. ഇത് നന്നായിട്ട് അവിടെ ഇരിക്കട്ടെ. അടച്ചു വെച്ച് വേവിക്കണം. വേവട്ടെ. ഇനി ഇതിന്റെ പണിക്ക് പോട്ടു. ഇതിപ്പോ എന്തായി? ആരെ പിഴുതിനകത്തുള്ളത്? ഉപ്പൊക്കെ ഇടാം. അത് മൊത്തം എന്തോ നോക്കട്ടെ. ഒരു ലോഡ് ഉണ്ട് ഇതിനകത്ത്. മൊത്തം ഇടാനില്ല. ബാക്കി ഇതെന്ത് ചെയ്യും? ചാറ് വേണം, പുളിച്ചാറ് വേണം. തട്ടിലൊന്ന് കഴിയണം. നോക്കട്ടെ ട്ടാ. ഒന്ന് ഇളക്കിയിട്ട് ബാക്കി ഇടാം. പാത്രം ഇല്ല അല്ലെ? വലിയ പാത്രം. ഇത് അരിയാൻ എന്തോരം സമയം എടുത്തെന്നറിയോ? ശരിയാ. പക്ഷെ ഞാൻ മറന്നുപോയി മെഷീൻ കട്ടുന്ന. ഞാൻ ഫോർഗെറ്റ് അടിച്ചിട്ടുണ്ട്. ഓ, ഇങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു കേട്ടാ. ഇത് അമ്മച്ചൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മച്ചി ഇടിക്കുന്നേ. ഇനി നമുക്ക് ഒരു സാധനം കൂടി ഇതിന്റെ കൂടെ ചെയ്യാനുണ്ട് കേട്ടാ. അവിടെ നിന്ന് നമ്മളിത് പറിച്ച കറ്റാർ വാഴ, നമ്മൾ അവരുടെ വീട്ടിൽ തന്നെ പറിച്ച കറ്റാർ വാഴ. ആ കറ്റാർ വാഴ നമുക്ക് അതിന്റെ ജെല്ല് കയ്യിൽ പോയിട്ട് എന്ത് ചെയ്യും? ഓക്കെ. കറ്റാർ വാഴ ജെല്ല് എടുക്കണത് എങ്ങനെയാന്ന്, പല ടൈപ്പിൽ ജെല്ല് എടുക്കണത്. ഇന്നലെ ഞാൻ ഇതെല്ലാം ഇട്ടു കേട്ടോ. നിന്റെ ഏട്ടന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്നു. അങ്ങനെയല്ല, ഇത് എടുത്തു വെച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ ഇരിക്കുള്ളൂ. മനസ്സിലായാ? ഒരു ലോഡ് മറ്റേ എന്നിട്ടാ ഇത് അതിനകത്തുണ്ട്. ഇനി ഇത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലേ ചീത്തയാവും. പിന്നെ നാരങ്ങയൊക്കെ നമ്മൾ എടുത്തു വെച്ചാലേ പെട്ടെന്ന് പൂപ്പല് വരും. എന്ത് ഇത് കുറെ ഉണ്ട്. ഇത് പക്ഷെ ചുമപ്പ് കളർ കുറഞ്ഞോന്നൊരു ഡൗട്ട് അല്ലേ? പിന്നെ എന്തിനു പറയാമെന്നറിയോ? ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാന്തായിരുന്നു. അയ്യോ, ക്യാമറമാൻ നീങ്ങി നിൽക്കുക, എന്റെ കൈ വേദനെടുക്കണമെങ്കിൽ. ഉപ്പ് നോട്ടെ. ഉപ്പില്ലേ? ഇല്ല. അല്ല, മറ്റേ ഇതിനകത്ത് കാന്താരി മുളകിനകത്ത് ഉപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാതിരുന്നത് കേട്ടോ. ഓ, ഇത് തീരെ കുറച്ച് വെച്ചേക്ക. പിന്നെ എങ്ങനെയാണ് അനുഭവം? 5 ഇടാം. എന്നിട്ട് പറഞ്ഞു ഞാനിപ്പോ കറ്റാർ വാഴ എങ്ങനെയാണ് അതിന്റെ ജെല്ല് എടുക്കാമെന്നുള്ളത് 2-3 ടൈപ്പായിട്ട് കാണിച്ചു തരാം. അതിലൊരു ഐഡിയ നമ്മുടെ ചേച്ചിയുടെയാ. ചേച്ചി ഇന്നലെ ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പം ചേച്ചി പറഞ്ഞു, നമ്മളിങ്ങനെ എന്നിട്ടാ ഇതൊക്കെ ഇല്ലേ, എന്നിട്ട് സാധനത്തിന് പേര് ഇടിക്കുന്ന സാധനം, അത് വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് പതുക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജെല്ല് സൂപ്പറായിട്ട് വരുന്നു. അതുപോലെ തന്നെ കറ്റാർ വാഴയ്ക്ക് കുറേ ഗുണങ്ങളുണ്ട്. നമ്മുടെ അവിടെ ഒരു ചേട്ടനുണ്ട്, പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ചേട്ടനാ. ആ ചേട്ടനാണെങ്കിൽ ഇതിനെ കറ്റാർ വാഴ ഇങ്ങനെ ഭയങ്കര സ്മോൾ തിൻ സൈസില് ഇങ്ങനെ ചീകി വെച്ചിട്ട് ജ്യൂസ് അല്ല തേനിലിട്ട് വെക്കും. 40 ദിവസം കഴിയുമ്പോ ഈ സാധനം ഈ തേനും കൂടിയിട്ട് കഴിക്കണം.
ഭയങ്കര ഔഷധ ഗുണാന്ന് പറയണേ. അത് ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ എല്ലാം കിട്ടുന്ന പറയണേ. അപ്പം ഇത് നമ്മുടെ ആ ചേട്ടൻ, നമ്മുടെ അമ്മച്ചിയുടെ പള്ളിയിൽ വരുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടനാണ്. ഞാൻ മെയിൻ ആയിട്ട് ഈ ജെല്ല് എടുക്കണത് ഒരു രസം. ഞാൻ നാട്ടിൽ വെച്ചിട്ട് എന്റെ മുടിയെ നോക്കരുത്, നാട്ടിൽ വെച്ചിട്ട് എന്നും നമ്മള് വൈകുന്നേരം കറ്റാർവാഴ അങ്ങനെ വെറുതെ തേച്ച് വെക്കാറുണ്ട്. നമുക്ക് വീട്ടിൽ കുറെ ഉണ്ടായിരുന്നു. എന്റെ മമ്മി ഉണ്ടാക്കിയ കറ്റാർവാഴ ഉണ്ടായിരുന്നു വീട്ടില്. എന്റെ മമ്മി അത് ഞാൻ അവിടെ നിന്ന് ചട്ടിയോട് കൂടി എടുത്തിട്ട് വന്നിട്ട് ഞാന് വീട്ടിൽ വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കറ്റാർവാഴ തേക്കാറുണ്ട്. ഞാൻ മറ്റേ മഞ്ഞ അച്ചാറിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ടു കേട്ടോ. പഞ്ചസാര എന്റെ ഇടം പറഞ്ഞ പോലെ കൂടിയിട്ടൊന്നുമില്ല. ഇപ്പൊ നല്ല ടേസ്റ്റ് ആയി. പക്ഷെ ഇത് നമ്മളൊന്ന് ആദ്യം ഇച്ചിരി നേരം അടച്ചു വെച്ച് വേവിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം തുറന്നിട്ട് ഒന്ന് വേവിക്കണം. അങ്ങനെയാണ് ഷാൻജു ചേട്ടൻ പറഞ്ഞത്. ഞാൻ മുന്നേ ഉണ്ടാക്കില്ല. ഒന്ന് രസം നോക്കി നോക്കിയാൽ അല്ലല്ലേ. മധുരം ആ ചേട്ടൻ പറഞ്ഞത് മധുരം നല്ലോണം കൂടി നിൽക്കും നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോ. പക്ഷെ ഇതിനകത്ത് പിടിച്ചു കഴിയുമ്പോൾ റെഡിയാവും. ഇനി ഇതൊന്നും കൂടി ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു 3 ടീസ്പൂൺ എന്നിട്ട് അതിന്റെ പേര് വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവം സെറ്റായി. ഇതാണ് ഇനി പണി. ഇതിനി ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് നോക്കണം. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. കാരണം ഞാനിത് ആദ്യമേ ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഒരുപാടുള്ള കാരണം കൊണ്ടേ വയ്യായിരുന്നു. ഇനി ഉപ്പ് ഇത്തിരി കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇത്തിരി കൂടി ഇല്ല, നല്ല രീതിയിൽ ഇടുന്നുണ്ട്. ഇതിൽ ഓൾറെഡി മറ്റേ നമ്മൾ ഈന്തപ്പഴം ഇട്ടേക്കല്ലേ, അപ്പൊ ഇനി പഞ്ചസാര വേണ്ട. ഇതില് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കായപ്പൊടി ഇടണം കേട്ടാ. ഞാൻ ഇതെല്ലാം സൈഡിലൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വിനീഗറുണ്ട്. അത് കഴിയുമ്പോ വിനാഗിരി ഒഴിക്കും. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അധികം അങ്ങനെ തിളപ്പിക്കൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തു വെക്കും. ഇപ്പൊ തന്നെ ഇവിടെ മൊത്തം ഒരു പറയാ തെറിച്ചത് ഞാൻ ക്ലീൻ ചെയ്തു. സി കായപ്പൊടിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കളവുണ്ടോ? എനിക്കറിയില്ല. അങ്ങട് തന്നെ നല്ല മണം. ഇപ്പൊ ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതില് അങ്ങനെയല്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കിട്ട് സ്വന്തമായിട്ട് സൂപ്പർ. ഹോട്ടൽ തുടങ്ങിട്ട് എല്ലാവരും പോയി കുറ്റം പറയുന്നു. ഇപ്പൊ അവന്റെ അവിടെ പോയിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് തെറിപ്പാട്ടത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ഇത് നമ്മളുണ്ടാക്കിട്ട് അടിപൊളി അച്ചാറിട്ടാണെന്ന് അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ മറ്റേ ഞാൻ പറയില്ല നല്ലതല്ലെങ്കിൽ നല്ലത് എന്താന്ന് പറയണ്ടേ. അതല്ല, മറ്റേ അച്ചാർ നല്ലതായിരുന്നു. എന്നിട്ട് അതിന്റെ പേര് ഗ്രീൻ ആപ്പിള് നല്ലതല്ലായിരുന്നു. അത് ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവള് പറഞ്ഞു അടിപൊളി അച്ചാർന്ന് വെച്ചാൽ. പക്ഷെ ചില സമയത്ത് മറ്റേ ചക്ക ഇടുമ്പോൾ ഓയിൽ ചാവണ പോലെയാണ്. കാരണം ഞാൻ അതൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ പറയാൻ വന്നത് ആ അച്ചാർ ഓക്കെ, പക്ഷെ ഈ അച്ചാറ് ഇത്തിരി കൂടുതലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ പൊടികൾ കുറച്ച് കുറവാന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ കളറ് അതൊരു വേറൊരു പാത്രത്തിലിട്ട് ചൂടാക്കിട്ട് മുകളിലിട്ടാൽ മതി, ഇളക്കിയാൽ മതി. എരിവുണ്ടെങ്കിൽ എരിവ് തോന്നുന്നു മറ്റേ ഇതിന്റെ എരിവുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ. അപ്പൊ എരിവ് കുറച്ച് മതി, അല്ലെങ്കിൽ കണ്ടമനം കഴിക്കാൻ പറ്റില്ല. അല്ല, പക്ഷെ കുറച്ചുകൂടി ചുമപ്പ് കളർ വേണമായിരുന്നു തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ കടുക്, ഇതിനകത്ത് കടുക് പിന്നെയും കാണണ്ട മഞ്ഞ കളർ ആയാലുണ്ട്. ഇതിനകത്ത് ഇത് കടുകല്ലേ നോക്കിയാ ആണ്. പക്ഷെ അച്ചാറിനകത്ത് കുറച്ചും കൂടി ഇങ്ങനെ ചറപ്പറന്ന് കടുക് എടുക്കണ്ടേ? വേണ്ട. ഞാൻ എന്തുണ്ടാക്കി അങ്ങനെ പറയുള്ളൂ. അതല്ല, നമുക്കിത് മതി, ഇത്ര മതി. ഭയങ്കര ഇതായിട്ട് വേണ്ട. നമുക്കിത് കഴിക്കുമ്പോ നമ്മള് ചോറിന്റെ കൂടെ കഴിക്കുമ്പോ 2 പീസ് എടുത്ത് കഴിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറെ ഇതൊക്കെ കഴിക്കുമ്പോ ഇത്തിരി ടച്ചിങ് സൈറ്റ് ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. വാട്ട് യു മീൻ? വേറെ എന്തെങ്കിലും മീൻസ്? വാട്ട് ഐ സെഡ് ദാറ്റ് ഈസ് ഐ മീൻ. അതാരാ പറയാന്നറിയോ? അതും ഞാൻ പറയണില്ല. വിഴുങ്ങി. എന്തൊക്കെ കാര്യങ്ങളാ. മറ്റേ എന്തോ പറയാമെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഞാൻ ഉപ്പ് നോക്കണുണ്ട് കേട്ടോ ഇതിന്റെ. പക്ഷെ ഇച്ചിരി ഉപ്പ് മുന്നിക്ക് നിന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പിടല് പണിയാം. ഇല്ലടാ, അങ്ങനല്ല. ഇപ്പൊ തന്നെ പറഞ്ഞോളൂ, ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നും പറയില്ലാന്ന്. ഉപ്പായിട്ടില്ലേ അതിന്? പലക്ക് കയറിയോ? ഇനി എന്തിട്ടാ ഇതൊന്ന് വേവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്
എനിക്ക് ഇഷ്ടമായി. അല്ലേ ഇനിയിപ്പോ എന്നിട്ടെന്നറിയോ ഷാൻജു ചേട്ടൻ പറഞ്ഞത്, ഇതിനകത്ത് എന്തായാലും നമ്മൾ മാറ്റി വെക്കണം. കാരണം ഇത് അലുമിനിയം ആയതുകൊണ്ട് ഇതിനകത്ത് മാറ്റി വെക്കണം. 5 മറ്റേ കുപ്പികളിലേക്ക് മാറ്റി വെക്കാം ചൂടാറിയിട്ട്. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വെക്കാൻ പാടുള്ളൂ. ഇത് എടുത്തു വെക്കുകയാണെങ്കിൽ 5 ദിവസം അങ്ങനെ ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ച് നമുക്ക് മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ അല്ലെങ്കിൽ അച്ചാറ് ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കാതെ നമ്മൾ പുറത്ത് വെക്കാറില്ല. വിനാഗിരി ഒഴിക്കണം. പിന്നെ കുറച്ച് കുറവ് ഒഴിച്ചാൽ നല്ലതാണ് നമുക്ക് ശരീരത്തിന് നല്ലതല്ലോ. ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ പൂക്കില്ല ഒരിക്കലും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ടീസ്പൂൺ ഇട്ടിട്ട് ഇതെടുക്കുമ്പോൾ തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അങ്ങനത്തെ ടീസ്പൂൺ ഇട്ടിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പല് വരും. ചെറിയ ചെറിയ കുപ്പിലായിട്ട് എടുത്തു വെക്കണം. കുപ്പിയില്ല, വലിയ കുപ്പിലാക്കിട്ട് കുറച്ച് കുപ്പി വാങ്ങിച്ചിരുന്നു. കുട്ടി മിണ്ടുന്നില്ലല്ലോ. ഇഷ്ടം പോലെ കുപ്പി ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഞാൻ പരിപ്പും കടലിട്ട് വെച്ചു. കൊറേ കുപ്പി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. നോക്കാം. പരിപ്പും കടലിട്ട് വെച്ചു. അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഹോസ്പിറ്റലല്ലേ? ആ വെറുതെ ആർക്കും വേണ്ട, ഇഷ്ടം പോലെ എടുക്കുക. കഴുകിയെടുത്തിട്ട് മതി. അപ്പൊ ഇത് ഏകദേശം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇത് കുറച്ചും കൂടിയും കായപ്പൊടി ഇടാൻ തോന്നുന്നു. ആ മണം വന്നില്ല എനിക്കത്. എന്റെ ഏട്ടൻ അടുത്ത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് വിഷമായി. ഇന്നൊരാൾ ഒറ്റയ്ക്ക് നടന്നു പോകണം കൂടെ പോണ്ടാ? വിഷമായിട്ട് പോണെന്ന് പോലെ എനിക്ക് തോന്നുന്നു. ആ പെണ്ണല്ലേ? പെണ്ണാണോ അത്? പെണ്ണുങ്ങളോട് മാത്രം വിഷമം തോന്നുന്നത് ശരിയല്ല. പെണ്ണുങ്ങളോട് മാത്രം അങ്ങനെ തന്നെ നടന്നു പോണെന്ന് പറഞ്ഞത് ഞാൻ അല്ല. അങ്ങനെ ആ വിഷമം തോന്നുന്നത് ശരിയായ വിഷമല്ല എന്ന് ഞാൻ പറഞ്ഞത്. എങ്ങനെയുണ്ട്? ആരുടെ? ആ വണ്ടിയുടെ അല്ലേ? ആ വണ്ടി ആകെ പോക്കാം. കാണിക്കേണ്ട വണ്ടിയാണ് ആ വണ്ടി. ഒരു പാമ്പന ഓടിക്കണേ. അത് നിങ്ങളാണോ വരുന്നത്? അല്ലേ? അത് പറഞ്ഞേ. ചെറിയൊരു പ്രാന്തനാണ് ആ വണ്ടി ഓടിക്കുന്നത്. ഇനിയിപ്പോ എന്താ വെച്ചാൽ നമ്മുടെ ഓൾമോസ്റ്റ് ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പാത്രം കഴുകാനായിട്ട് ഒരു ലോഡ് ആയിട്ടുണ്ട്. അതിന്റെ ഇട്ട് കാണിക്കണ്ടാവും ഇപ്പോഴെല്ലാം. കഴിഞ്ഞിട്ട് കഴുകാം. ഇനി എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി ഇതിനകത്ത് വിനാഗിരി ഒഴിക്കണം. ഇത് ഓഫ് ചെയ്തിട്ട് വിനാഗിരി ഒഴിച്ച പരിപാടി കഴിഞ്ഞില്ലേ? വിനാഗിരി ഒഴിച്ചു തൊണ്ട കടിക്കുന്ന. അപ്പൊ ഇത് ഓഫ് ചെയ്തോട്ടെ. ഓഫ് ചെയ്തു. വിനാഗിരി ഇട്ടു. പരിപാടി കഴിഞ്ഞു. വിനാഗിരിക്ക് ഒരു അളവുണ്ടാ? ഇതിന് എല്ലാവർക്കും കൊടുക്കാം. നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഫ്രീ ആയിട്ട് എത്തിച്ച എന്താ എല്ലാവർക്കും ഇഷ്ട അച്ചാറ്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. 3 ടീസ്പൂൺ എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ഈ മഞ്ഞച്ചാറായിരിക്കും സൂപ്പർ ആയിരിക്കാം. സത്യം. എനിക്കത് അതൊരു കാര്യമുണ്ട്. എന്നറിയോ? മഞ്ഞച്ചാറിന്റെ നാരങ്ങ ഞാൻ കൊണ്ടുവന്ന. എനിക്കൊരു ഫോൺ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്തോട്ടും കൂടി അച്ചാർ ഒഴിക്കാം. അല്ല അച്ചാറല്ല, വിനാഗിരി ഒഴിക്കാം കേട്ടോ. ഫോൺ എടുത്തിട്ട് സംസാരിക്കാൻ എടുത്തത്. അച്ചാർ റെഡി. അതിനിടയ്ക്ക് ഞാൻ ആ ഫോൺ വന്നതിന്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഡയലോഗ് ഇറക്കായിരുന്നു. ഞാൻ കുഞ്ഞ് എന്നിട്ട് നാരങ്ങ ആയതുകൊണ്ട് ആ അച്ചാർ നല്ലതായിരുന്നു. മിക്സ് മഞ്ഞച്ചാറാവും നല്ലതാവാൻ സാധ്യത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് നാരങ്ങ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ രണ്ടും നല്ല സെയിം നാരങ്ങ. അതാണ് പേര്. ഒരെണ്ണത്തിൽ കുരുണ്ടായിരുന്നു, ഒരെണ്ണത്തിൽ കുരുല്ല. ഇതിപ്പോ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കറ്റാർവാഴ കേട്ടാ. അപ്പൊ ഇതിന്റെ 2 സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിന്റെ ഈ ഒരു തൊലി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പറച്ചെടുക്കും. അയ്യോ അതിൽ കുറെ ജെല്ല് പോയി. അങ്ങനെയാണ് ജെല്ല് പോകുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഇല്ല അതിലത്ര ജെല്ലില്ല. വടിച്ചെടുക്കുക. ഇതിനകത്തോട്ടിടുക. എന്നിട്ട് ഈ ജെല്ലിനെ അയ്യോ നല്ല കട്ടി. എനിക്ക് തോന്നണേ മറ്റേ എന്താ ഫ്രിഡ്ജിൽ വെച്ച കാരണം കൊണ്ട്. അപ്പൊ അതൊരു ഐഡിയ ആണല്ലോ. ഫ്രിഡ്ജിൽ വെച്ച കാരണം നല്ല കട്ടിക്ക് കിട്ടൂട്ടാ. കണ്ടോ? അല്ല ഞാൻ മറ്റേ സാധാരണ ഇത് ഭയങ്കര കാട്ടിലുണ്ടാവുന്ന കറ്റാർവാഴ പോലത്തെ നല്ല അടിപൊളി കറ്റാർവാഴയാ. സൂപ്പർ സ്ട്രോങ് തന്നെ. അവിടെ നിന്നാണ് പറക്കേണ്ടത്. നമുക്ക് ഇതൊന്നും അറിഞ്ഞിട്ട് ചെയ്യണ പരിപാടിയല്ല കേട്ടാ. എനിക്കതിനെ ശരിക്കും പറഞ്ഞു പോരും. പക്ഷെ ഇത് ഫ്രിഡ്ജിൽ വെച്ച കാരണം കൊണ്ട് കുറച്ചുകൂടി കട്ടി പിടിച്ചു. പക്ഷെ ഒരു കണക്കിന് നല്ലതാണ്. ഇങ്ങനെ ഗ്ലിഞ്ച എന്ന് പറഞ്ഞ് വരില്ല. പക്ഷെ ഇത് ഫ്രിഡ്ജിൽ വെച്ചപ്പോ തണുത്ത്. അപ്പൊ നമ്മളത് ചെയ്യുന്നതിന് മുന്നേ കുറച്ചു നേരം പുറത്തേക്ക് വെക്കണമായിരുന്നു അല്ലേ? പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിന് ഓൾറെഡി കട്ട് ചെയ്തിട്ട്
എന്നിട്ട് പറയാ അതിന്റെ ഒരു മഞ്ഞ വെള്ളല്ലേ അത് പ്രത്യേകിച്ചും കളഞ്ഞോളോ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത ഭാഗത്തുനിന്ന് ഒരു മഞ്ഞ കളർ കറ വരും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്. വരും. അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ എന്ത് പറ്റും, ചൊറിയും. എല്ലാവർക്കും ഉണ്ടാവില്ല, പക്ഷെ മോസ്റ്റ് ആൾക്കാർക്ക് അലർജി വരും. ഒരു അലർജി വരും. അപ്പൊ ഇവിടെ പക്ഷെ കറ്റാർവാഴയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അന്ന് ഹാമിൽട്ടൺ ഗാർഡനിൽ പോയപ്പോഴല്ലേ മറ്റേ അവിടെ മറ്റേ യൂസ് ചെയ്യുന്നില്ല അവിടെ. പക്ഷെ അറിയില്ല, നമുക്ക് അറിയാം ഉപയോഗിക്കണൊക്കെ. ഇതിന്റെ തൊലിക്ക് എന്തോരം ഔഷധ ഗുണമെന്ന് അറിയുന്നു. അതില് മറ്റേ ഇന്ദുപ്പും പിന്നെ മറ്റേ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ച് അതിന്റെ വെള്ളം കൊണ്ട് തല കഴുകിയാണെങ്കിൽ അടിപൊളിയാന്ന് പറയുന്നത്. ആര് പറഞ്ഞു? ഞാൻ പറയുന്നത് വെറുതെ അടിച്ചു വിടണാട്ടാ. അങ്ങനെ പറയാ ഔഷധ ഗുണുണ്ട് ഇതിന്റെ തൊലി. എന്തോ എനിക്കറിയാം, ഉണക്കിയിട്ട് എന്താ സംഭവം ചെയ്യും. ഈ സാധനം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ചീന്തിയിട്ട് മറ്റേ അതിന്റെ പേര് ചില വാക്കുകൾ ഇടയ്ക്ക് കിട്ടാത്ത ഹണി അതിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ട് അത് കറക്റ്റ് ആട്ടാ. പക്ഷെ അത് നമ്മള് അവിടെ ഒരു ചേട്ടൻ അങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇവര് വിൽക്കൊന്നല്ലാന്ന് തോന്നുന്നു, ഇവരിങ്ങനെ പ്രാർത്ഥനക്കാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കണം കണ്ടിട്ടുണ്ട്. എന്റെ അപ്പാപ്പൻ ഇതുപോലെ പണ്ട് കുതിരപ്പുറത്ത് പോയിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അപ്പൊ വന്നിട്ട് സംഭവം എന്നറിയാം, ആള് പണ്ട് ഹണ്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വരണ വഴിക്ക് ഏതൊരു അനിമല് ആളെ അറ്റാക്ക് ചെയ്തു തോന്നുന്നു. കുതിരയോ അല്ല, ആള് ഹണ്ടിങ്ങിന് എന്നിട്ട് മറ്റേ തോക്കൊന്നുമില്ല തോണ് പറഞ്ഞോട്ടെ. എന്റെ അമ്മമ്മ പറഞ്ഞോട്ടെ, അമ്മമാരെ അമ്മ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തതാന്ന്. നോണെ നേരാണെന്ന് എനിക്കറിയില്ല. അമ്മമ്മ അത് നമ്മുടെ തൃശ്ശൂർ പോലെ എന്തുട്ടാ കാട്ടാ മോനെ. അപ്പൊ ഹണ്ടിങ്ങിന് പോയിട്ട് തിരിച്ചു പറഞ്ഞ നോക്കി അനിമലെ അറ്റാക്ക് ചെയ്തു. അപ്പൊ കൈമ ബ്ലഡ്, കൈ പൊളിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ലയനാണോ ടൈഗറാണോ അങ്ങനത്തെ ഏതോ വലിയൊരു അനിമലാണ്. അത് ഭയങ്കര അപകടകാരിയായ ഒരു ഇതാണ്. നമ്മുടെ നാട്ടില് കാട്ടില്ലേ ഏത് പണ്ടെന്ന് വെച്ചാൽ അമ്മാമരമ്മ എത്ര ഇത് നാള് മുന്നത്തെ കാര്യം. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അതല്ല അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നീ നോണ പറയാം. എന്റെ ആള് തിരിച്ചു വരണോക്ക് കൈ പൊളിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടിച്ചിട്ട് ഒരു പൊളിഞ്ഞിരിക്കാന്ന് കൈ, ബ്ലഡ് ഇങ്ങനെ വരാന്ന്. അപ്പൊ ഈ ബ്ലഡിന്റെ മണം കേട്ടിട്ട് ആള് ഹൈഡ് ചെയ്യുമ്പോൾ ഇത് വരണേന്ന്. അപ്പൊ ഇയാള് ഓടിപ്പോ പോണ വഴിക്ക് ഏതോ ഒരു ഇല എടുത്തിട്ട് കൈമ പൊതിഞ്ഞു. ബ്ലഡ് നമ്മളിങ്ങനെ കമ്മ്യൂണിസ്റ്റ് പച്ച അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, അതുപോലെ എന്തോ ഒരു ഇല എടുത്തിട്ട് പൊതിഞ്ഞു. ആള് ഓടി അവസാനം അവിടെ നിന്ന് രക്ഷപ്പെട്ട് എത്തി. വീടിന്റെ അവിടെ എത്താറായിട്ട് ഈ ഇല കളഞ്ഞു നോക്കിയപ്പോ മുറിവ് കാണാനില്ല. മുറിവ് കൂടിപ്പോയി ഇത്. അപ്പൊ എന്നിട്ട് തിരിച്ച് ഇത് കഴിഞ്ഞ് ഇവര് ആ ഇല തപ്പിട്ട് വീണ്ടും ഇറങ്ങി ഏതാന്ന് നോക്കാനായിട്ട് പോയ വഴിയിലൊക്കെ നോക്കി, പക്ഷെ അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അതൊക്കെ ഉണ്ടാവും നമ്മുടെ എന്നിട്ട് പറയാ കൊറേ പച്ചമരുന്നുകള്. നല്ല ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസം നമ്മള് ഈ മഴ പെയ്ത് തന്നെ ആൾക്കാർ പറയുന്ന സംഭവം എന്നിട്ട് മഴ കട്ടൻ ചായ ജോൺസൺ മാഷ്. എനിക്കത് ഇപ്പൊ കേൾക്കുമ്പോ എന്താ പോലെ തോന്നാ. അത് എല്ലാവരും അതിനെ ഇട്ടിട്ടേ റിപ്പീറ്റ് ചെയ്യണ സംഭവം കേൾക്കുന്ന നമുക്കൊരു ഇതുവല്ലേ ഇത്. ഒരു ദിവസം എന്നിട്ട് സംഭവം നമ്മള് വൈരാക്കി ടെറസിൽ പോയിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല? അപ്പൊ അവിടെ ഒരു ഇല കണ്ടിട്ടുണ്ടായിരുന്നു, വൂണ്ട് കവർ ചെയ്ത് വെക്കാനുള്ള. മനസ്സിലായോ? ഒരു സ്റ്റാർ പോലത്തെ സ്റ്റാർ അല്ല, ഒരു ഇല. അത് അങ്ങനത്തെ വല്ല ഇലയൊക്കെ ആയിരിക്കും കേട്ടോ. അതന്നെ പറഞ്ഞത്. അല്ലെങ്കിലും മറ്റേ പ്രകൃതിയിൽ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ ഇപ്പോഴും നമ്മൾ കണ്ടുപിടിക്കാത്ത എന്തൊക്കെ സാധനങ്ങളുണ്ട് നമുക്കറിയാം. ശരിയാ. നമ്മള് മറ്റേ വയനാട്ടില് പോയപ്പോഴല്ലേ അവിടുത്തെ മറ്റേ ആയുർവേദ കടയിൽ പോയിട്ട് നമ്മളിങ്ങനെ ഇത് അതിനെ പറ്റും എല്ലാം വാങ്ങിക്കാൻ തോന്നും നമുക്ക്, പക്ഷെ കൊടുക്കാത്ത വിലയും. ഞാനതേ പക്ഷെ അത് ഒരു പ്രാവശ്യമല്ല, സ്ഥിരമായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലാണ് പ്രശ്നം പറ്റുള്ളൂ, യൂസ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ സ്ഥിരമായിട്ട് ഒരാള് സിഗരറ്റ് വലിക്കണമെങ്കിൽ ആൾക്ക് അസുഖങ്ങൾ വരും, സ്ഥിരമായിട്ട് കള്ളു കുടിക്കണമെങ്കിൽ അസുഖം വരും, സ്ഥിരമായിട്ട് ഒരാൾ ഇറച്ചി മാത്രം കഴിക്കണമെങ്കിൽ ആൾക്ക് അസുഖം വരും. എപ്പോഴും കള്ളു കുടിക്കുന്ന അസുഖം വരുമോ? ഇല്ല. അപ്പൊ അതുപോലെ സ്ഥിരമായിട്ട് എന്ത് കാര്യം ചെയ്താലും പ്രശ്നമാണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നല്ല ഫുഡ് കഴിക്കുന്നവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്ക് നല്ല ഇതുണ്ടാവും. അത് സ്ഥിരമായിട്ട് ചെയ്യണം നമ്മള്. അതാണ് കാര്യം. ഒരു ദിവസം പോയി പിറ്റേ ദിവസം പോകേണ്ടിരുന്ന ജിമ്മിന് പോകേണ്ടിരുന്ന ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഒരു ദിവസം നടക്കാൻ പോയി പിറ്റേ ദിവസം പോകണില്ലെങ്കിൽ ഒരു കാര്യമില്ല. സ്ഥിരമായിട്ട് ചെയ്യണം. അതുപോലെ നല്ലതും വരും പൊട്ടിയും വരും സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്താൽ. സ്ഥിരമായിട്ട് ഒരേ പണി എടുക്കുന്നവർക്ക് നോക്കിയൊക്കെ തണ്ടലോന് വരും. ഹെവി ലിഫ്റ്റിംഗ് ഉള്ളവർക്ക് ഒരു സാധനം ഭക്ഷണം വെച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖം വരുമോ? അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക്, അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല, അവർക്ക് പുണ്യം കിട്ടും.
എന്ത് അതുപോലെ സ്ഥിരമായിട്ട് എന്ത് ചെയ്താലും അതിനുള്ള ഈ നാവ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നീ സ്ഥിരമായിട്ട് ഫുഡ് വയ്ക്കുന്നു, സ്ഥിരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിനക്ക് അതിനുള്ള പുണ്യം കിട്ടും വയസ്സാകാലത്ത്. ഇപ്പൊ കിട്ടി തുടങ്ങിയില്ലേ, വയസ്സായി തുടങ്ങി, അപ്പൊ നിനക്ക് പിന്നെ കിട്ടി തുടങ്ങും പയ്യെ പതുക്കെ പതുക്കെ പതുക്കെ. അങ്ങനെ കാര്യം. നാവിന്റെ മറ്റേ നാവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നല്ല കട്ടിയാ. അല്ല ഞാൻ പറഞ്ഞാണ് അങ്ങനെയാണ്. ഏത് അതാണ് കാര്യം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതിന് മിക്സിയിലിട്ട് അടിച്ച് ഒരു കുപ്പിക്കകത്തെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഇതില് മറ്റേ പച്ച സാധനമൊക്കെ വരുന്നില്ല, അതൊക്കെ ചിലപ്പോ ഉണ്ടോ, കൊറേ ഉണ്ടെന്നേ. ഇത് പോയി കാലത്ത് എന്റെ നേരം വരെ മൂട് കുത്തിയിട്ടില്ല. ഇനിയിപ്പോ ഇതൊരു ഊട്ടിക്ക് പോണ്ടേ, ഇന്നത്തെ പുറത്തു പോക്ക് ക്യാൻസൽ. പോകാൻ പറ്റില്ല, മഴ. ഇന്നിനി പോകാൻ പറ്റില്ല, ഇന്നിനിപ്പോ പോക്ക് നടക്കൂല. പിന്നെ വേഗം ഡ്രസ്സ് മാറി എനിക്ക് പോണ വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ ഇന്നിനി ഒന്നും നടക്കൂല. അപ്പൊ ഇനി വേഗം ഇത് കഴിഞ്ഞിട്ട് അത് മിക്സിക്കകത്ത് അടിച്ച് എടുത്തു വെക്കും. തലയിൽ പറ്റുമോ? നീ എക്സ്പയറി ഡേറ്റ് ഉണ്ട് അതിന്? സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജെല്ലൊക്കെ അവര് കുറെ നാൾ വെക്കും. ഇതൊക്കെ എന്താവും അറിയില്ല. 3-4 ദിവസം ഉണ്ടാവുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചിരുന്നോളൂ. മറ്റേ ഞാൻ എന്നും ഡെയിലി വീട്ടില് മറ്റേ എല്ലാം മുറിക്കേണ്ട ഞാൻ അതാ വിചാരിച്ചത്, ഇത് കുറച്ച് എടുത്ത് വെച്ചിട്ട് ബാക്കി എല്ലാ ദിവസവും കട്ട് ചെയ്തിട്ട് ഒന്നും ആവശ്യമില്ല. അതാണല്ലോ അല്ലേ, പിന്നെ കുഞ്ഞു കഷ്ണം കട്ട് ചെയ്ത് എല്ലാ ദിവസം തയ്ച്ചാൽ പോയത് അല്ലേ. ഇതിങ്ങനെ എടുത്ത് വെക്കാം കുറച്ച്, ബാക്കി അങ്ങനെ കട്ട് ചെയ്ത് പിന്നെ റാപ്പ് ചെയ്ത് വെക്കണമെന്ന് മാത്രം നല്ല ഇതില് വൃത്തിയിലല്ലേ. ഫ്രോസൺ ആക്കിയിട്ട് അങ്ങനെ. അപ്പൊ രണ്ടുപേരും മഴയത്ത് പോലെ ഇവിടെ എന്റെ അടുത്ത് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ കണ്ണ് പുറത്തോട്ടാണ് അല്ല ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് രണ്ടുപേരും. ഞാൻ നോക്കണില്ല അങ്ങോട്ട്, ഞാൻ നോക്കണ ഇവര് വന്നിട്ട് ആൾക്കാർ പോകണ്ടോ. കഷ്ടം. അങ്ങനെ നമ്മുടെ മഞ്ഞ അച്ചാറും റെഡ് അച്ചാർ വെളുത്തുള്ളിരിക്കുന്നത് 2 ദിവസം ശരിയായിക്കോളൂട്ടാ. അപ്പൊ അതിനകത്ത് കുറവുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇടാൻ ചൂടാക്കി വേണമെങ്കിൽ ആ സമയത്ത് ഇടാം. അപ്പോ 2 അച്ചാർ റെഡി. കുറച്ച് കറ്റാർവാഴ ജെല്ലെടുത്തു, ബാക്കി മടിയായി, ബാക്കി സൈഡിൽ വെച്ചു. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. ഞാൻ പറയാ ബൈ.